നവാഹയജ്ഞേ സമ്പൂർണേ പരീക്ഷീതവിഭൂപതിഃ ദിവ്യരൂപധരോ ദേവ്യാഃ സാലോക്യം തക്ഷണാദഗാത്. നവാഹ, അങ്ങനെ നവാഹം എന്ന പേരുള്ള യജ്ഞേ, യജ്ഞത്തെ സമ്പൂർണേ, വളരെ യഥാവിധി സമ്പൂർണമാക്കിയപ്പോൾ, പൂർണതയിൽ എത്തിച്ചപ്പോൾ, പരീക്ഷിത് അപി, പരീക്ഷിത്ത് എന്ന് പറയുന്ന നാമമുള്ള അപി, ആ നിമിഷം തന്നെ, ഭൂപതി, ഭൂപതി എന്നാൽ മഹാരാജാവ്, ആ മഹാരാജാവ് ദിവ്യ രൂപധരോ, ദിവ്യമായ രൂപത്തെ ആർജിച്ചുകൊണ്ട്, ആർന്നുകൊണ്ട്, ദേവ്യ പരാശക്തിയായ, സാലോക്യം ആ മുക്തി അല്ലെങ്കിൽ മോക്ഷം ലഭിച്ച് ദേവിയുടെ ലോകത്തെ തക്ഷണാദഗാത്, ഒരു നിമിഷം പോലും പാഴാക്കാതെ അവിടെ പ്രാപിച്ചു. അപ്പോൾ നവാഹയജ്ഞേ സമ്പൂർണേ പരീക്ഷിതഭി ഭൂപതിഃ ദിവ്യരൂപധരോ ദേവ്യാഃ സാലോക്യം തക്ഷണാദഗാത്. അതായത് ഭാഗവതം എന്ന് നമ്മൾ സപ്താംഗ യജ്ഞം, അതായത് 7 ദിവസത്തെ യജ്ഞമാണ് ശ്രീമദ് ഭാഗവതം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദേവി ഭാഗവതം നമ്മൾ 9 ദിവസമാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നവാഹയജ്ഞം. ആ യജ്ഞം സമാപിച്ചതോടുകൂടി വളരെ പൂർണ്ണതയിലെത്തി, എല്ലാ ദിവസവും ഒരുപോലെ വളരെ നല്ല രീതിയിൽ ശ്രവിച്ചതുകൊണ്ട് ആ നിമിഷം തന്നെ ആ പരീക്ഷിത്ത് മഹാരാജാവ് ദിവ്യരൂപത്തെ ആർന്നുകൊണ്ട് പരാശക്തിയായ ഭുവനേശ്വരിയിൽ സാലോക്യം പ്രാപിച്ചു. സാലോക്യം എന്നാൽ ഏത് ആണോ ദേവിയുടെ ലോകം, ആ ലോകത്തെ മോക്ഷം കിട്ടി പ്രാപിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. നവാഹയജ്ഞേ സമ്പൂർണേ പരീക്ഷിതവിഭൂപതിഃ ദിവ്യരൂപധരോ ദേവ്യാഃ സാലോക്യം തക്ഷണാദഗാത്. താങ്ക് യു.